നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. 2025 വിഷുഫലം പരിശോധിച്ചപ്പോൾ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കെത്തുന്ന ശുഭയോഗങ്ങളാൽ തലവര തെളിയുന്ന 5 രാശിക്കാരുണ്ട്. ഈ 5 രാശിക്കാർക്ക് ഇനി നേട്ടങ്ങളുടെ സമയമാണ്. 2025 വിഷുഫലം ഏറ്റവും അധികം ഗുണം നൽകുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് തന്നെയാകും. സൂര്യൻ ഓരോരോ രാശിയിലും ഓരോ മാസവും സഞ്ചരിക്കും. അങ്ങനെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് മീനത്തിലിരുന്നിട്ട് മേടത്തിലേക്ക് കയറുന്ന ആ ദിവസമാണ് വിഷു എന്ന് പറയുന്നത്. ആ ആദ്യത്തെ ദിവസം ഈ വിഷുഫലം പരിശോധിച്ചപ്പോൾ ചില നക്ഷത്ര ജാതകർക്ക് ഏറ്റവും ശുഭകരമായി കണ്ടു. ഇവർക്ക് ഏറ്റവും നേട്ടമായി കാണുന്നത് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങളായി കല്യാണം നടക്കാത്തവർക്ക് ഈ ഒരു സമയത്ത് ശ്രമിച്ചാൽ കല്യാണമൊക്കെ നടക്കുന്ന സമയം കൂടിയാണ്. ധനാഗമനം വന്നു ചേരുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ അവസാനിക്കുന്നു. ഒരുപാട് ഉയർച്ചയിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരുന്നു. അങ്ങനെ നല്ലതുകൾ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കുന്ന സമയമാണ്. എല്ലാ രീതിയിലും നേട്ടങ്ങൾ, ഭാഗ്യങ്ങൾ, ഉയർച്ച ഒക്കെ ഈ നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ നടക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഈ വർഷം വളരെ അനുകൂലമാണ് എന്ന് തന്നെ. ഈ പറയുന്ന കാര്യങ്ങൾ 80% ശരിയാകും. ബാക്കി 20% നിങ്ങളുടെ ജനിച്ച തീയതി, ജനിച്ച സമയം, നിങ്ങളുടെ ജന്മനക്ഷത്രം ഒക്കെ കണക്കാക്കിയാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഭാഗ്യമേറെ വന്നു ചേരുന്ന വിഷു മുതൽ തലവര തെളിയുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകരെ അറിയുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഈ വിഷു മുതൽ ജീവിതം മാറി മറിയുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ 3 നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് അത് മറ്റാരുമല്ല, മേടൻ രാശിക്കാർ തന്നെയാണ്. മേടൻ രാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് ഉയർച്ചയുടെ സമയമാണ്. ധനപരവിൻ്റെ കാലം, ധനം വർദ്ധിക്കുന്ന സമയം, ഗുണവർദ്ധനവിൻ്റെ സമയം, ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നു. ജീവിതത്തിൽ വലിയൊരു മാറ്റം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നു. എന്നാൽ വളരെ ശ്രദ്ധിച്ച് തന്നെ അശ്വതിയും ഭരണിയും കാർത്തികയും മുന്നോട്ട് പോകണം. ചെറിയ അശ്രദ്ധ മതി ജീവിതഗതി മാറുവാൻ. പലപ്പോഴും ചിലവുകൾ വർദ്ധിക്കാം. അനാവശ്യ ആശങ്കകൾ നിലനിൽക്കും. ആരോഗ്യം നിസ്സാരമാക്കരുത്. വിദേശ യാത്രയ്ക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. പഠന കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടാകുന്നു. സാമ്പത്തിക സ്ഥിതി അനുകൂലമാകുന്നു. എല്ലാ രീതിയിലും സമൃദ്ധി, എല്ലാ രീതിയിലും നേട്ടമൊക്കെ ഉണ്ടാകും. പക്ഷേ അശ്രദ്ധ പാടില്ല. ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോകണം. നിങ്ങളെ സംബന്ധിച്ച് ശത്രുക്കൾ ധാരാളം ഉള്ള സമയം തന്നെയായിരുന്നു. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടാൻ പോവുകയാണ്. ഈ വിഷു മുതൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ഭാഗ്യമാണ്, നേട്ടമാണ്. വിഷു 1-ാം തീയതി മുതൽ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ വീട്ടുകാർക്കും ഉണ്ടാകും. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക്, നിങ്ങളെ കൂടെ നിർത്തുന്നവർക്ക്, നിങ്ങളുടെ ഒപ്പമുള്ളവർക്ക്, എല്ലാ രീതിയിലും മേടൻ രാശിക്കാർക്ക് ഭാഗ്യാനുഭവങ്ങളാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. രണ്ടാമതായി ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് എത്തുന്ന നക്ഷത്ര ജാതകർ കർക്കിടകൻ രാശിക്കാരാണ്. കർക്കിടകൻ രാശിക്കാർക്ക് വിദേശ യോഗം വന്നു ചേരും. വിദേശത്തൊക്കെ പോകാനും അവിടെ നല്ല നിലയിൽ എത്തിച്ചേരുവാനുമുള്ള യോഗം കർക്കിടകൻ രാശിക്കാർക്കുണ്ട്. കർക്കിടകൻ രാശിയിലെ പുണർദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സമയമാണ്. ധാരാളം ധനം വന്നു ചേരുന്നു. വർഷങ്ങളായി വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്നു. ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കുന്നതിനോടൊപ്പം സമൂഹത്തിൽ അന്തസ്സ് വന്നു ചേരുന്നു. ഒത്തിരി നേട്ടമാണ്, ഒത്തിരി ഭാഗ്യാനുഭവങ്ങളാണ് ഇവർക്ക് വന്നു ചേരുക. ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ
ഒക്കെ നേടിയെടുക്കും ഇവർ. അമ്മ മഹാമായ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. എപ്പോഴും പ്രാർത്ഥന വേണം. നിങ്ങളൊരു ദേവീ ഭക്തനാണ് എങ്കിൽ അമ്മേ ഭദ്രേ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്നത് ചിങ്ങൻ രാശിക്കാരാണ്. ചിങ്ങൻ രാശിയിലെ മകവും പൂരവും ഉത്രവും. ദീർഘകാലമായി ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്നു. ഈ വിഷുവർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പല നല്ല കാര്യങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടും. മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ്. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം. വളരെ നല്ല സമയമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വരുന്നത്. സന്തോഷകരമായ പല നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. സന്താന സൗഭാഗ്യത്തിന് യോഗം വന്നു ചേരും. സാമ്പത്തിക പരാധീനതകളൊക്കെ ഇല്ലാതായി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് കഴിയും. അടുത്തത് തുലാൻ രാശിക്കാരാണ്. തുലാൻ രാശിക്കാർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ചിത്തിരയ്ക്കും ചോതിക്കും വിശാഖത്തിനും ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ പോകുന്ന സമയമാണ്. ഇനി നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. എത്രമാത്രം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനൊക്കെ ഇരട്ടിയായി നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. തുലാൻ രാശിക്കാരുടെ ജീവിതത്തിലെ സകല ബുദ്ധിമുട്ടുകളും മാറാൻ പോവുകയാണ്. ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കും. ചിത്തിരയ്ക്കും ചോതിക്കും വിശാഖത്തിനും സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക. സമയം അനുകൂലമായി വരികയാണ്. ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ്. വർഷം തന്നെ ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. അത്രയധികം ഭാഗ്യത്തിലേക്കാണ്, അത്രയധികം ഉയർച്ചയിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. അടുത്ത നക്ഷത്ര ജാതകർ മകരക്കൂറുകാരാണ്. മകരക്കൂറുകാർക്കും ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. അവരുടെ ജീവിതം മാറി മറിയുന്ന സമയം. അപ്രതീക്ഷിതമായി ചില ധനവരവിൻ്റെ കാലമാണ് ഇവർക്ക്. ലോട്ടറി പോലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും. വിദേശത്തൊക്കെ ജോലിക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്ന സമയമാണ്. എത്ര വലിയ കഷ്ടപ്പാടുണ്ടെങ്കിലും ആ കഷ്ടപ്പാടുകളൊക്കെ മാറി സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർ എത്തിച്ചേരും. ഈ വിഷു ഇവരെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഒരുപാട് തരുന്ന സമയമാണ്. ജീവിതത്തിലെ സകല പ്രതിസന്ധികളും മാറി ഇനി ഉള്ള സമയം ഒന്നിനുമേൽ ഒന്നായി കുതിച്ചുയരുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ധനവരവിൻ്റെ കാലമാണ്. നിങ്ങളുടെ അതീവ സമ്പന്നതയുടെ കാലമാണ്. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ്. അങ്ങനെ വലിയ സൗഭാഗ്യ സമ്പന്നതയിലേക്ക് ഞാൻ ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെയും എത്തിച്ചേരും. ഇത് 80% ശരിയായി വരും. 20% നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ച് പൂർണ്ണമായ ഫലങ്ങൾ അറിയുക. എല്ലാ രീതിയിലും വലിയ നേട്ടങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.